ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സിനിമ ബ്ലാസ്റ്റ് ഫ്രം ദി പാസ്റ്റ് എന്ന കിടിലൻ മൂവിയാണ്. നമുക്ക് കഥയിലോട്ട് കിടക്കാം. 1962 US-ഉം സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം അവിശ്വസനീയമാം വിധം പിരിമുറുക്കത്തിലാകുന്നു. സോവിയറ്റുകൾ ഉടൻ തന്നെ ഒരു അണുബോംബ് വർഷിക്കുമെന്നുള്ള കിംവദന്തികൾ പ്രചരിച്ചു. പേടിച്ചുപോയ അമേരിക്കൻ പൗരന്മാർ അവരുടെ പിൻമുറ്റങ്ങളിൽ ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. ഡോക്ടർ കാൽവിൻ തൻ്റെ വീടിനടിയിൽ ബോംബ് ഷെൽട്ടർ നിർമ്മിക്കാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും വർഷങ്ങളോളം ആവശ്യമായ സാധനങ്ങൾ അതിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം കാൽവിനും ഗർഭിണിയായ ഭാര്യ ഹെലനും അവരുടെ വീട്ടിൽ ഒരു പാർട്ടി നടത്തുന്ന സമയം സോവിയറ്റിനെതിരെ ഒരു രഹസ്യ ദൗത്യം ആസൂത്രണം ചെയ്യുന്നതായി പ്രസിഡന്റ് കെനഡി പ്രഖ്യാപിക്കുന്ന ഒരു പ്രക്ഷേപണം ടി വിയിൽ കാണുവാൻ ഇടവരികയാണ്. അത് കേട്ടതും അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ തന്നെ കാൽവിൻ പരിഭ്രാന്തനാകുന്നു. ഒരു യുദ്ധം ആരംഭിക്കാൻ പോകുന്നുവെന്ന് അയാൾ കരുതുകയാണ്. അങ്ങനെ അദ്ദേഹം എല്ലാ അതിഥികളെയും പുറത്താക്കി ഭാര്യയെ ബങ്കറിലേക്ക് വലിച്ചിഴച്ചു. സെക്കൻഡുകൾക്ക് ശേഷം ഒരു വിമാനം നഗരത്തിന് മുകളിലൂടെ പറന്നു. പെട്ടെന്ന് ഒരു മെക്കാനിക്കൽ പരാജയം കണ്ടെത്തി. പക്ഷേ പൈലറ്റിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കാൽവിൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. വീട് പൂർണ്ണമായും നശിക്കുന്നു. ബങ്കറിൽ നിന്ന് കാൽവിൻ ശബ്ദം കേൾക്കുകയും വിമാനം വീണത് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ യുദ്ധം ആരംഭിച്ചെന്ന് അദ്ദേഹം അനുമാനിക്കുകയും വേഗത്തിൽ തന്നെ വാതിലടയ്ക്കുകയും ചെയ്യുന്നു. വാതിലടച്ച ശേഷം ഹെലനോട് അയാൾ പറയുകയാണ്, തനിക്ക് അത് സ്വമേധയാ തുറക്കാൻ കഴിയില്ല. ഒരു തവണ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ 35 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വാതിൽ സ്വയം തുറക്കുകയുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ ന്യൂക്ലിയർ കണികകൾ മാറി സാധാരണ നിലയിലാകുന്ന ആ സമയത്ത് മാത്രം അപകടത്തിൽ അവശേഷിച്ച അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ അധികാരികൾ ഉടനെത്തുന്നു. ജീവന്റെ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ കാൽവിനും ഹെലനും അപകടത്തിൽ മരിച്ചു എന്ന് അവർ കരുതുകയാണ്. ദിവസങ്ങൾ കടന്നു പോകാൻ തുടങ്ങി. കാൽവിനാണെങ്കിൽ ആ ഷെൽട്ടർ സ്വന്തം വീട് പോലെ വിചാരിച്ച് സന്തോഷത്തോടെ കഴിയുന്നു. പക്ഷേ ഹെലൻ അവിടെ വെറുക്കുകയാണ്. ഒരു ദിവസം ഹെലന് പ്രസവവേദന അനുഭവപ്പെടുകയും ഭർത്താവിൻ്റെ സഹായത്തോടെ അവൾ ഒരു ഭംഗിയുള്ള ആൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്യുന്നു. താമസിയാതെ ദിവസങ്ങൾ വർഷങ്ങളായി മാറുന്നു. അവരുടെ മകൻ ആദം മിടുക്കനായ ഒരു കുട്ടിയായി മാറിയിരിക്കുന്നു. കാൽവിൻ അവനെ എല്ലാം പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം തൻ്റെ മകനായ ആദം രാജ്യത്തിൻ്റെ പഴയ പ്രതാപം തിരിച്ചു കൊണ്ടുവരുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാ അടിസ്ഥാന സ്കൂൾ വിഷയങ്ങൾക്ക് പുറമെ കാൽവിൻ ആദമിനെ ബോക്സിംഗ്, ഫ്രഞ്ച്, ലാറ്റിൻ ഭാഷകൾ, സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഹെലൻ ആണെങ്കിൽ അവനെ അവരുടെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ പഠിപ്പിക്കുന്നു. എന്തിനേറെ നൃത്തം ചെയ്യാൻ കൂടി അവനെ പഠിപ്പിക്കുകയാണ്. കാൽവിൻ ആദമിന് തൻ്റെ ബേസ്ബോൾ കാർഡുകളുടെ ശേഖരം സമ്മാനിക്കുകയും കായിക വിനോദങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആദമിന് ഇത്രയധികം ആളുകളെ സങ്കല്പിക്കാൻ പ്രയാസമായിരുന്നു. കാരണം മാതാപിതാക്കൾ മാത്രമാണ് അവൻ്റെ ലോകം. അവരുടെ ജീവിതം വളരെ ലളിതമാണ്. മിനി മാർട്ടിൽ വ്യാജ ഷോപ്പിംഗ് നടത്തുക, ഒരു ടാങ്കറിൽ വ്യാജമീൻ പിടിക്കുക, സസ്യങ്ങൾ പരിപാലിക്കുക എന്നിങ്ങനെയാണ് അവരുടെ വിനോദങ്ങൾ. ആദമിനായി ഒരു അധിക മുറി അവർ പണിയുന്നുണ്ട്. കൂടാതെ വായിക്കാനും ഗെയിമുകൾ കളിക്കാനും സമയം ചെലവഴിക്കുമ്പോൾ വിശ്രമിക്കാൻ അവർക്കൊരു ലോഞ്ച് ഏരിയയും തയ്യാറാക്കുന്നു. അതേസമയം അവരുടെ വീടായിരുന്ന സ്ഥലം വിൽക്കപ്പെടുകയും വർഷങ്ങളായി പല ബിസിനസ്സുകൾ മാറി മാറി അവിടെ വരികയും ചെയ്യുന്നു. ആദ്യം ഒരു ഡൈനർ, പിന്നീട് ഒരു ട്വിസ്റ്റ് ഏരിയ, പിന്നീട് ഒരു നൈറ്റ് ക്ലബ്. 1995 ആദമിന് 33 വയസ്സ് തികയുന്നു. ജന്മദിനത്തിന് മാതാപിതാക്കൾ സ്വയം ഉണ്ടാക്കിയ സമ്മാനങ്ങൾ അവന് കൊടുക്കുകയാണ്. മെഴുകുതിരികൾ ഊതുന്ന സമയം ആദമിന് തികഞ്ഞൊരു പങ്കാളിയെ കിട്ടണമെന്ന് ഹെലൻ ആഗ്രഹിക്കുന്നു. അതിനി 2 വർഷം കൂടി ബാക്കി ഉള്ളൂ എന്നവർ പറയുകയാണ്. അങ്ങനെ 1997 35 വർഷങ്ങളിൽ അവസാനിക്കുന്നു. വാതിൽ സ്വയം തുറക്കുന്നു. പുറത്തിറങ്ങാൻ കുടുംബം ആവേശത്തിലാണ്. പക്ഷേ കാൽവിൻ അത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ ആദ്യം ഒരു ദ്രുത പരിശോധന നടത്തണമെന്ന് അവരോട് പറയുന്നു. ഒരു റേഡിയേഷൻ സ്യൂട്ട് ധരിച്ച ശേഷം അവൻ ലിഫ്റ്റിലൂടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അത് ഒരു കൂട്ടം മദ്യപിച്ച യാചകരുടെ വാസസ്ഥലമായിരുന്നു. നിലത്ത് നിന്ന് ഉയർന്നു വരുന്ന ഒരു തിളങ്ങുന്ന മനുഷ്യന്റെ ദർശനം കണ്ട മെൽക്കർ ഞെട്ടിപ്പോകുന്നു. അയാൾ ബോധം കെടുന്നു. അത് കണ്ടതും കാൽവിൻ അവിടെ നിന്ന് പോവുകയാണ്. എല്ലാ മാറ്റങ്ങളും കണ്ട് അയാൾ ഞെട്ടിപ്പോകുന്നു. എല്ലായിടത്തും കളിപ്പാട്ടങ്ങൾ പോലെ തോക്കൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, വെറുപ്പിക്കുന്ന വ്യാപാര വസ്തുക്കൾ നിറഞ്ഞ മുതിർന്നവരുടെ കടകൾ, സംസാരിക്കുമ്പോൾ ഭാഷ മനസ്സിലാകാത്ത വിചിത്രമായി കാണപ്പെടുന്ന ആളുകൾ. ഭയന്ന് കാൽവിൻ ബങ്കറിലേക്ക് ഓടിച്ചെന്ന് വിശദീകരിക്കുന്നു. വായു ശ്വസിക്കാൻ കഴിയുന്നതാണെങ്കിലും അയൽപ്പക്കം ഇപ്പോഴും ഭ്രാന്തൻ മ്യൂട്ടന്റുകൾ നിറഞ്ഞ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് തരിശുഭൂമിയാണ്. അതുകൊണ്ട് ബങ്കറിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹെലനിൽ ദേഷ്യമുണ്ടാക്കുന്നു. ഈ ജയിലിൽ ഇനിയും കഴിയാൻ എനിക്ക് താല്പര്യമില്ല. ആദം ഈ പ്രകൃതിയൊക്കെ കണ്ട് വളരണം, അവൾ ദേഷ്യത്തോടെ പറയാൻ തുടങ്ങി. കാൽവിനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ തർക്കം അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാക്കുന്നു. കാൽവിൻ അസുഖം ബാധിച്ച് കിടപ്പിലാകുന്നു. സാധനങ്ങൾ തീർന്നു പോകുന്നൊരവസ്ഥയിൽ ഹെലൻ ആദമിനെ പുറത്തേക്ക് അയക്കാൻ തീരുമാനിക്കുകയാണ്. കുറച്ച് വർഷത്തേക്ക് ആവശ്യമായ ഭക്ഷണം ശേഖരിക്കാൻ അവൾ അവനെ കുറച്ച് പണവും ഷോപ്പിംഗ് ലിസ്റ്റും നൽകുകയാണ്. ഹോളിഡേയിൽ താമസിക്കാനും മ്യൂട്ടേഷൻ വന്ന ഒരു പെൺകുട്ടിയെ പ്രേമിക്കാനും അവൾ അവനോട് പറയുന്നു. ആദം പോകുന്നതിന് മുൻപ് കാൽവിൻ അവനോട് അഡൽട്ട് വീഡിയോ സ്റ്റോറിൽ പ്രവേശിക്കരുതെന്നും അവിടെ റേഡിയേഷൻ കൂടുതലാണെന്നും പറയുകയാണ്. എല്ലാം പാക്ക് ചെയ്ത ശേഷം ആദം ഒടുവിൽ യാത്രയാകുന്നു. പുറത്താണെങ്കിൽ മെൽക്കർ പേടിച്ചിട്ട് ലിഫ്റ്റിന് ചുറ്റും ഒരു ചെറിയ ക്ഷേത്രം പണിയുകയാണ്. കാൽവിൻ്റെ കുടുംബത്തെ വിശുദ്ധരായി കണക്കാക്കി ആരാധിക്കാനും തുടങ്ങുന്നു. അവസാനം ആദം പുറത്തിറങ്ങി.
പുറമെയുള്ള കാഴ്ചകൾ അവനെ അമ്പരിപ്പിച്ചു. ആകാശം, മരങ്ങൾ, കാറ്റ്, വലിയ ബിൽഡിങ്ങുകൾ എല്ലാം അവൻ ആദ്യം കാണുകയല്ലേ. എന്നാൽ മറ്റുള്ളവർ അവനെ ഒരു വിചിത്രമായ ഒരാളെ പോലെ നോക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവനെ അമ്പരിപ്പിച്ചു. എല്ലാവരോടും അവൻ ഹലോ പറയുന്നു. ഒരു ബ്ലാക്ക് വുമനെ കണ്ടിട്ട് അമ്പരന്നിട്ട് അവൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. കാരണം വേറൊരു നിറത്തിലുള്ള ആളെ ആദ്യമായിട്ടാണ് ആദം കാണുന്നത്. അഡൽട്ട് സ്റ്റോറിലൂടെ പോകുമ്പോൾ അവൻ തൻ്റെ മൂക്കും വായുമെല്ലാം പൊത്തിപ്പിടിക്കുന്നുണ്ട്. കൂടാതെ മറ്റുള്ളവരോടും ഇങ്ങനെ ചെയ്യാൻ അവൻ ആവശ്യപ്പെടുകയാണ്. അവനൊരു ബസ്സിൽ കയറുന്നു. ആദം ഒരു ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ബസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിൽ അവൻ അത്ഭുതം തോന്നി. അവൻ കൂടെയിരിക്കുന്ന പാസഞ്ചറിനോട് ഇതെല്ലാം പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഓൾഡ് ലാംഗ്വേജ് അവർക്ക് മനസ്സിലാകുന്നില്ല. അവനെ ഒരു വിചിത്രമായ മനുഷ്യനായിട്ട് അവർ ട്രീറ്റ് ചെയ്യുകയാണ്. അവസാനം ആദം ഒരു മാളിലെത്തുന്നു. അമ്മ തന്ന ലിസ്റ്റ് അനുസരിച്ച് അവൻ അവിടുന്ന് എല്ലാം പാക്ക് ചെയ്യുകയാണ്. അവിടെ വർക്ക് ചെയ്യുന്നതിൽ ഒരാൾ പറയുകയാണ്, സാർ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഡെലിവറി ചെയ്തു തരാം. അപ്പോഴാണ് അവന് വന്ന വഴി മറന്നു എന്ന് മനസ്സിലാകുന്നത്. അതായത് ഇപ്പോൾ വീടിരിക്കുന്ന സ്ഥലം അവന് ഓർമ്മയില്ല. പേടിച്ചുപോയ ആദം ഓരോ ബസ്സുകൾ കയറി നോക്കി. പക്ഷേ സ്ഥലം കണ്ടുപിടിക്കാൻ അവന് കഴിഞ്ഞില്ല. കയ്യിലുള്ള പൈസയും തീർന്നു തുടങ്ങി. പൈസയ്ക്ക് വേണ്ടി തൻ്റെ അച്ഛൻ തന്ന ബേസ്ബോൾ കാർഡ് ഒരു ഹോബി ഷോപ്പിൽ വിൽക്കാൻ പോകുന്നു. ആ പഴയ കാർഡുകൾ കണ്ട് നല്ല വിലയുണ്ടെന്ന് മനസ്സിലാക്കിയ ഷോപ്പിലെ ഉടമ എല്ലാ കാർഡുകൾക്കും കൂടി $500 തരാമെന്ന് പറഞ്ഞ് അവനെ പറ്റിക്കാൻ നോക്കുമ്പോൾ ഷോപ്പിൻ്റെ അസിസ്റ്റൻ്റായ ഈവ് അവിടെ ഇടപെടുകയും ഓരോ കാർഡിനും $4000 മുതൽ $5000 വരെ വിലയുണ്ടെന്ന് പറഞ്ഞ് ആ ഷോപ്പിൻ്റെ ഉടമയെ ഇൻസൾട്ട് ചെയ്യുകയും അവിടെ നിന്നും അവൾ പോവുകയും ചെയ്യുന്നു. അവളുടെ പേഴ്സണാലിറ്റിയും ലുക്കുമെല്ലാം കണ്ട് അവൻ ആ സ്പോട്ടിൽ ഇംപ്രസ് ആകുകയാണ്. അവൾ പോകുന്നതിന് മുമ്പ് ആദം അവളെ തന്നെ ഹോളിഡേ ആനിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അവൾ അത് നിരസിച്ച് പോവുകയാണ്. ആദം തൻ്റെ 2 ബേസ്ബോൾ കാർഡുകൾ തരാമെന്ന് അവളോട് പറയുമ്പോൾ അവളുടെ മനസ്സ് മാറുന്നു. ഹോട്ടലിലേക്ക് പോകുന്ന വഴി കാറിൽ പഴയ പാട്ടുകൾ കേട്ട് എൻജോയ് ചെയ്യുന്ന ആദമിനെ ഒരു വിചിത്രനായിട്ട് അവൾ കാണുകയാണ്. അവൾ ഉടനെ തന്നെ ഹോട്ടലിൽ അവനെ ആക്കിയിട്ട് കടന്നു കളയുന്നു. റൂമിൽ ചെന്ന ആദം അവിടുത്തെ വലിയ ബിൽഡിങ്ങും ആ ദൃശ്യങ്ങളെല്ലാം കണ്ട് ഞെട്ടിപ്പോവുകയാണ്. ശേഷം TV കണ്ട് ഉറങ്ങുന്നു. പ്ലാൻ ചെയ്ത പോലെ തന്നെ അവൻ നേരത്തെ എണീറ്റ് സൂര്യോദയം കാണുന്നു. അടുത്ത ദിവസം ഈവ് ആദമിനെ കണ്ട് ലഭിച്ച കാർഡുകൾ നൽകുന്നു. വേറൊന്നും കൊണ്ടല്ല, ഇത്രയും ചെറിയൊരു കാര്യത്തിന് വലിയൊരു തുക അവൻ്റെ കയ്യിൽ നിന്നും മേടിച്ചതിനുള്ള കുറ്റബോധം കൊണ്ടാണ്. അത് കണ്ട് ആദം ഒന്നുകൂടി ഇംപ്രസ് ആകുന്നു. ആദം അവളുടെ പുറകെ പോയിട്ട് തൻ്റെ ബങ്കറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി തന്നെ അസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി പൈസ നൽകാമെന്ന് അവളോട് ഓഫർ ചെയ്യുകയാണ്. അങ്ങനെ ഈ അവന് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം മേടിക്കുന്നതിന് വേണ്ടി അവനെ ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാ സാധനങ്ങളും മേടിക്കുന്ന സമയം തനിക്ക് ഇനിയൊരു വൈഫിനെ കൂടി കണ്ടെത്തി തരണമെന്ന് അവൻ ആവശ്യപ്പെടുകയാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവൾ അവനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. റൂംമേറ്റായ ട്രോയിയെ പരിചയപ്പെടുത്തുകയാണ്. അവിടെയുള്ള ഓരോ ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സും ഒക്കെ കണ്ടിട്ട് അവൻ ഓരോരോ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ തുടങ്ങുന്നു. കൂടാതെ താൻ അലാസ്കയിൽ നിന്നും ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി വന്നതാണെന്ന് കള്ളം അവരോട് പറയുകയാണ്. ഇവിടെയാണെങ്കിൽ ഹെലൻ ക്യൂരിയോസിറ്റി കൊണ്ട് ലിഫ്റ്റിൽ കയറി മുകളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ മെൽക്കറും ഫ്രണ്ട്സും പ്രാർത്ഥിക്കുന്നത് കാണുകയാണ്. അവരെ കണ്ടതും പേടിച്ച് പെട്ടെന്ന് തന്നെ അവർ താഴേക്ക് പോകുന്നു. ആദമിന് ഇനി വേണ്ടത് ഒരു മേക്ക് ഓവറാണ്. അതുകൊണ്ട് തന്നെ അവന് പുതിയ ഡ്രസ്സുകൾ അവൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈവുമൊത്ത് അവൻ കൂടുതൽ സമയം എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. ഡാൻസ് കളിക്കാനും സ്കേറ്റ് ചെയ്യാനും തുടങ്ങുന്നു. കടലിൽ പോയി അവൻ എൻജോയ് ചെയ്യുന്നു. ഒരു ദിവസം അവൻ ബേസ്ബോൾ കാണാൻ ഇടവരുന്നു. അന്നാണ് അവന് എന്തുകൊണ്ടാണ് തൻ്റെ അച്ഛൻ ബേസ്ബോൾ ഇത്രയും ഇഷ്ടമെന്ന് മനസ്സിലാകുന്നത്. കാരണം അവന് അത്രയ്ക്കും ബേസ്ബോൾ ഇഷ്ടപ്പെടുകയാണ്. പുറത്ത് മഴ എൻജോയ് ചെയ്യുന്ന സമയം ആദമിനടുത്ത് ഈവ് വരുമ്പോൾ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അന്ന് രാത്രി ആദമിനെ പെണ്ണിനെ തപ്പാൻ വേണ്ടി അവർ 3 പേരും കൂടി ക്ലബ്ബിൽ പോകുന്നു. വന്ന പാടെ ആദമിൻ്റെ പേഴ്സണാലിറ്റിയും ലുക്കുമൊക്കെ കണ്ടിട്ട് ഒരു പെണ്ണ് അവനെ സമീപിക്കുകയാണ്. അത് കണ്ട് അസൂയമൂത്ത ഈവ് അവനെ അവളിൽ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നു. നിനക്ക് വേണ്ടത് ഒരു നല്ല പെൺകുട്ടിയാണ്, അല്ലാതെ ഗോൾഡ് ഡിഗ്രി അല്ല എന്ന് ആദമിനെ പറഞ്ഞ് അവൾ മനസ്സിലാക്കുന്നു. എന്നാൽ ആദം അടുത്ത പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് ഡാൻസ് കളിക്കുന്നു. അവൻ്റെ ഡാൻസിൽ എല്ലാവരും മയങ്ങിപ്പോവുകയാണ്. എന്നാൽ ഈവ് ദേഷ്യം കൊണ്ട് അവളുടെ എക്സുമായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവളുടെ എക്സ് ആദമിനെ അടുത്ത് പോയി കളിയാക്കാൻ തുടങ്ങുന്നു. ബോക്സിംഗ് അറിയാവുന്ന ആദം ഒറ്റയടിക്ക് അവനെ താഴെ വീഴുന്നു. അത് കണ്ട് ദേഷ്യം വന്ന് ഈവ് അവിടെ നിന്നും പിണങ്ങിപ്പോകുന്നു. വീട്ടിൽ വന്ന ട്രോയി ആദമിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അവന് വഴി അറിയില്ല എന്ന് അവൾ ഓർക്കുന്നത്. ആദമിനോടുള്ള അതിയായ പ്രേമം അവൾ അവിടെ മനസ്സിലാക്കുന്നു. അവനെ തപ്പി വേഗത്തിൽ ഇറങ്ങുമ്പോൾ ആരോ ഡോറിൽ പെട്ടെന്ന് തട്ടുന്നു. പേടിച്ചവൾ നോക്കുമ്പോൾ ആദമാണ്. അകത്ത് പോയി ആദം അവളോട് തൻ്റെ ഫീലിംഗ്സ് ഷെയർ ചെയ്യുന്നു. മറ്റു ഗേൾസിനെ കണ്ടിട്ട് തനിക്ക് ഫീലിംഗ്സ് വരാത്തത് ഈവിനോടുള്ള അതിയായ ഫീലിംഗ്സ് ഉള്ളത് കൊണ്ടാണ് എന്ന് അവൻ ഇഷ്ടം പ്രകടിപ്പിച്ചു. അങ്ങനെ അവർ ഒന്നിക്കുന്നു. തൻ്റെ പഴയ കഥകൾ അവളോട് ഷെയർ ചെയ്തു. ബങ്കറിനെ കുറിച്ചും മറ്റുമൊക്കെ അവൻ അവളോട് തുറന്നു പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഈവിന് അവനെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് അവൾ അവൻ്റെ അടുത്ത് നിന്ന് മാറുന്നു. അടുത്ത ദിവസം ട്രോയി അവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വണ്ടി ഓടിച്ച് പോകുന്ന സമയം ആ അഡൽട്ട് സ്റ്റോർ അവൻ കാണുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളുമായി മാൽക്കർ പ്രാർത്ഥിക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ ഈവിനെ വിവരം അറിയിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈവ് ഒരു സൈക്കാട്രിസ്റ്റിനെ നേരത്തെ തന്നെ ആദമിനെ കാണുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു. ആദം ആദ്യം സഹകരിച്ചെങ്കിലും പിന്നീട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഈവിൻ്റെ അടുത്തെത്തി ഹോട്ടലിലെ കീയും കാർഡും ഒക്കെ കൊടുത്തിട്ട് ട്രക്ക് എടുത്തുകൊണ്ട് അവൻ പോവുകയാണ്. 2 ആഴ്ചകൾക്ക് ശേഷം അവനും കാൽവിനും ഹെലനും ഒന്നിക്കുകയാണ്. മെൽക്കറിനെയും ഫ്രണ്ട്സിനെയും ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളെല്ലാം ട്രക്കിൽ നിന്നും ബങ്കറിലെത്തിക്കുന്നു. ഇവിടെ ഈവും ട്രോയും ആദമിൻ്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോഴാണ് ലക്ഷങ്ങളിൽ വിലമതിക്കുന്ന പഴയ സ്റ്റോക്കുകളും 1960 കാലഘട്ടത്തിലെ സാധനങ്ങളും കാണുന്നത്. അപ്പോഴാണ് ആദം പറഞ്ഞത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ആദം പറഞ്ഞ കഥയിലെ അഡൽട്ട് സ്റ്റോറിൽ പോകുന്നു. അവിടെ ബങ്കർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്നാൽ അവിടെ ഒന്നുമില്ലായിരുന്നു.
അവർ നിരാശരായി പോകുന്ന സമയം അടുത്ത ബിൽഡിങ്ങിലൂടെ പോകുന്ന ആദമിനെ കണ്ട് കാറിൽ നിന്നും ഈവ് ചാടി ഇറങ്ങി അവനെ പോയി കെട്ടിപ്പിടിക്കുന്നു. ശേഷം ആദം ഈവിനെ കെൽവിനും ഹെലനും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവർക്ക് അവളെ പാടെ ബോധിച്ചു. രാത്രി ഡിന്നറൊക്കെ ആയിട്ട് അന്ന് രാത്രി അടിച്ചു പൊളിക്കുകയാണ്. അമ്മയും അച്ഛനും 2 മാസം കൂടി വെയിറ്റ് ചെയ്യണം, എനിക്കൊരു പ്ലാൻ ഉണ്ട്. അതും പറഞ്ഞുകൊണ്ട് ആദം അവിടെ നിന്ന് പോകുന്നു. പുറത്ത് ഷെയർ വിറ്റ ശേഷം തൻ്റെ പഴയ ഹൗസ് എങ്ങനെയാണോ ഇരുന്നത് അതേ രീതിയിൽ പുറത്ത് ഒരു വീട് നിർമ്മിക്കുന്നു. അച്ഛനെയും അമ്മയും അവിടെ കൊണ്ടുവരുന്നു. പതിയെ അവരെ പുറം ലോകവുമായി അടുപ്പിക്കുക, അതായിരുന്നു അവൻ്റെ പ്ലാൻ. ഒരു ദിവസം സംസാരിക്കുന്നതിനിടയിൽ പണ്ട് ആ സമയത്ത് ഒരു ആറ്റം ബോംബും ഇവിടെ വർഷിച്ചിട്ടില്ലെന്നും പ്ലെയിൻ മെക്കാനിക്കൽ എറർ കൊണ്ട് ക്രാഷ് ആയതാണെന്നും കെൽവിനോട് ആദം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാതെ അടുത്ത ബങ്കർ നിർമ്മിക്കാനുള്ള പ്ലാനിൽ കെൽവിൻ പോവുകയാണ്.